ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിഷിംഗ് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. കാരണം ആഴക്കടലിൽ പോയിട്ടുള്ള ഫിഷിംഗ് ആണ്. എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, രാത്രിക്ക് പോകുന്നതുകൊണ്ട് എത്രത്തോളം വിഷ്വൽസൊക്കെ ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്നത് പോലെയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് വരാം. കടലിലേക്ക് പോകാനായിട്ടുള്ള വല ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. പിന്നെ ഈ വലയെല്ലാം കെട്ടി പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കിയിട്ട് വേണം കടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം ഇനി വലിച്ച് കടലിലേക്ക് കയറ്റണം. ഓരോ പ്രാവശ്യവും ചിലപ്പം പോയിട്ട് മീൻ കിട്ടാത്ത അവസരങ്ങളുണ്ടാവും. എങ്കിലും വലയ്ക്ക് ഇതേപോലെ തന്നെ ഇവർക്ക് റിപ്പയറും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. വലയൊക്കെ കെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇനി ബോട്ടിലേക്ക് കയറ്റാനുള്ള പരിപാടികളാണ് കേട്ടോ. വലയൊക്കെ റെഡിയാക്കി അവർ ബോട്ടിലേക്ക് എടുത്ത് ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല ഒരു പ്രാവശ്യത്തെ പണിക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ കരയ്ക്കുന്ന് ഇത് വലിച്ച് വെള്ളത്തിൽ കയറ്റി, അത് കഴിഞ്ഞിട്ട് കടലിൽ ഇതിറക്കി, അത് കഴിഞ്ഞ് മീനെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് കരയ്ക്ക് കൊണ്ടുവന്ന് വീണ്ടും ഇറക്കുക. നല്ല കഷ്ടപ്പാടുള്ള പണിയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കടലിൽ പോകുന്നതും ഈ കാഴ്ചകളൊക്കെ കാണുന്നതും. വലയെല്ലാം കയറ്റി കഴിഞ്ഞ് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് വെള്ളം എടുക്കുന്നത്. എല്ലാവരും കൂടി നിന്ന് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നല്ല ഇവിടുന്ന് വെള്ളം എടുത്ത് പോവാണ് കേട്ടോ. പ്രജാപതി എന്ന് പറഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് പോകുന്നത്. ആ വെള്ളം ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന ഒരു വെള്ളമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽക്കൊമ്പൻ എന്ന് പറയുന്ന യൂട്യൂബർ വന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളമാണ്. അതിനകത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് നമ്മളെ ഡ്രൈവർ, അതായത് സ്രാങ്ക് എന്ന് പറയുന്ന ആൾ ഇതിനകത്താണ് ഉണ്ടാകുക. ജിതിൻ ബ്രോ ആണ് സ്രാങ്ക്, പുള്ളി തന്നെയാണ് ഇതിൻ്റെ ഓണറും. വേറെ ഒരു വലിയ ബോട്ടും ഉണ്ട്, ഈ വെള്ളമുണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെറിയ വെള്ളത്തിലാണ് പോകുന്നത്. ഏകദേശം ഒരു 38ഓളം പണിക്കാരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കരയ്ക്കുന്നെടുത്ത് പിന്നെ ഇതിനകത്ത് ഒരു മാപ്പൊക്കെ ഉണ്ട്. രാത്രിയാണല്ലോ പോകുന്നത്, നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കാം. അല്ലെങ്കിൽ തന്നെ കടലിൻ്റെ നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് നോക്കിയൊന്നും തിരിയില്ല. അപ്പോൾ ഈ മാപ്പിൽ നോക്കിയിട്ടൊക്കെയാണ് ഇവർ പോകുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, കടലിലേക്ക് കയറാനായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കടലിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സൈഡിലേക്കൊന്നും പോയി നിൽക്കണ്ട, പിന്നെ സെൻറ്ററിലേക്ക് വന്നിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വന്നിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തിര അടിക്കുന്നുണ്ട്. പരിചയമില്ലാത്തവർക്ക് ശരിക്കും നിൽക്കാനാകും. എനിക്കാണ് പിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവരൊക്കെ കൂളായിട്ട് നടക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരിതായതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഫുള്ള് പിടിച്ചിട്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കായൽ കഴിഞ്ഞ് കടലിലേക്ക് കയറുകയാണ്. അതിൻ്റേതായ തിരമാലകളൊക്കെ തുടങ്ങി. പക്ഷേ എനിക്ക് നിങ്ങളെ കാണിക്കാനൊരു നിർവാഹം ഇല്ലാതായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് പോയതുകൊണ്ട് തന്നെ നല്ല ഇരുടാണല്ലോ, നമുക്ക് ബോട്ടിൻ്റെ ചെറിയ വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രാത്രിക്കത്തെ പണിയായതുകൊണ്ട് ഫുഡ് ഇതിനകത്ത് വെക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ആ കടലിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അങ്ങ് എത്രയോ നോട്ടിക്കൽ മൈൽ പറഞ്ഞു, ഞാനത് മറന്നുപോയി. കുറേ ദൂരത്തിലേക്ക് പോയിട്ടാണ് ഫിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ലൈറ്റ് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. അത് ജസ്റ്റ് ആ ലൈറ്റ് കാണുന്നതും അവർ 2-3 പേര് വലയുടെ ഒരു എൻഡ് പിടിച്ചിട്ട് നേരെ ചാടുകയാണ് കേട്ടോ വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞ് പിന്നെ കുറേ നേരത്തേക്ക് എനിക്കൊന്നും തിരിഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഫുള്ള് വെട്ടമായി കഴിഞ്ഞപ്പോഴാണ് വിഞ്ചിന് മറ്റേ കമ്പയൊക്കെ വലിച്ച് കയറ്റുന്നു. ഇവർ വല വലിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നു. അതിനുശേഷമാണ് എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം മനസ്സിലായത് കേട്ടോ. കാരണം ആ വലയെടുത്ത് ചാടുന്നതേ കണ്ടുള്ളൂ. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ എന്താ സംഭവിക്കുന്നതെന്നുള്ള രീതിയിൽ അന്തം വിട്ട് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇതായപ്പോഴത്തേക്ക് നമ്മളെ സ്രാങ്കും ഓണറുമായിട്ടുള്ള ജിതിൻ ബ്രോ ഷർട്ടൊക്കെ അങ്ങ് അഴിച്ചിട്ട് ഫുള്ള് ഓണായിട്ട് എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങി. ഇവർ കംപ്ലീറ്റ് ആ ഒരു താളത്തിലുള്ള വലിയും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇവർ ഫുൾ അവരുടെ വായ്ത്താരിയൊക്കെ ഇങ്ങനെ പാടിയിട്ടാണ് വലിക്കുന്നത്. അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പക്ഷെ നമുക്കിത് കാണാൻ രസമാണെങ്കിലും അവർക്ക് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ അവരിത് ചെയ്യുന്നത്.
വല വലിച്ച് ലാസ്റ്റ് പോർഷനൊക്കെ ഏകദേശം ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇത്രയും മീനുണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പിയായി. മീനൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് എന്താ പറയുക, ഒരു ഉത്സവ മേളമായിരുന്നു അവിടെ. പെട്ടെന്ന് എന്താ ഞാനതുവരെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഒരു മാറിയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ തന്നെ അറിയാതെ ഓണായി പോകും. ആ ഒരു മൂഡിലേക്ക് അവർ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട്. പിന്നെ ചെറുവെള്ളം ഉണ്ടായിരുന്നു, ഇവരുടെ കൂട്ടത്തിൽ ചെറിയ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്തേക്കൊക്കെ മീൻ പെറുക്കി ഇങ്ങനെ മാറ്റി നമ്മൾ പോയ വെള്ളത്തിലേക്കും എല്ലാത്തിലായിട്ടാണ് നമ്മൾ തിരിച്ച് ഹാർബറിലേക്കൊക്കെ മീൻ കൊണ്ടുവരുന്നത്. എല്ലാവരും ഭയങ്കര ഉഷാറായിട്ട് പെട്ടെന്ന് പട്ടപ്പെടാന്ന് പറഞ്ഞിട്ട് അത്രയും മീനിനെ പെറുക്കി ബോട്ടിൽ നല്ല ഇവരുടെ ഒരു ഒത്തൊരുമയോടുകൂടി എല്ലാവരും എന്താ പറയുക, ആ ഒരു ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. അന്തം വിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഒരു ഫിഷിങ്ങിനായിട്ട് നമുക്ക് പോകാൻ തോന്നിപ്പോൾ അത്രയ്ക്കും വൈബാണ് കേട്ടോ ഇവരുടെ ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ പരിപാടി. നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. ഇവർ ഓരോരോ ദിവസങ്ങളിലും വെറുതെ പോയിട്ട് തിരിച്ചു പോരുന്ന ദിവസങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മീൻ കിട്ടാതെ മീൻ പിടിക്കാനായിട്ട് പോയിട്ട് അപ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. വല ഇറക്കണം, ഇത് തിരിച്ച് ചുറ്റി കയറ്റണം, വലയ്ക്ക് റിപ്പയർ ചെയ്യണം. ഈ പരിപാടികളൊക്കെ എന്തായാലും ഇവർ ചെയ്തേ പറ്റുള്ളൂ താനും. പക്ഷേ ഒന്നും കിട്ടാതെ തിരിച്ചു പോരേണ്ട ഒരുപാട് സമയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഹാപ്പിയാണ്. നല്ല അടിപൊളിയായിട്ട് ചെറപറാന്ന് പറഞ്ഞ മീനൊക്കെ പെറുക്കി ഇടുന്നുണ്ട്. ഞാനും വെറുതെ അവരുടെ കൂട്ടത്തിലൊക്കെ ഒന്ന് തിരിഞ്ഞ് കളിച്ചിട്ട്, കാരണം എനിക്ക് ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പേടിച്ചാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ചെറിയ വെള്ളങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പം തന്നെ, കരയ്ക്കുന്ന് പോകുമ്പം തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കെട്ടി വലിച്ചാണ് കേട്ടോ കൊണ്ടുപോകുക. ആഴക്കടലിലേക്ക് പോകുമ്പോൾ എല്ലാം കൂടി ഓടണ്ടല്ലോ, ഈ ചെറിയ വെള്ളങ്ങൾ കെട്ടി വലിച്ചാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. മീനുകളൊക്കെ പെറുക്കി ബോട്ടിൻ്റെ ഓരോ കള്ളികളിലൊക്കെ നിറച്ച് ആ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലത്തെ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ ഞാനവിടെ കിടന്ന് നേരം വെളുത്ത് 4:40 ആയപ്പോഴത്തേക്ക് നമ്മൾ ഹാർബറിലെത്തിയിട്ടോ. നേരെ ഹാർബറിൽ വന്ന് അവിടുന്ന് നേരെ വന്ന പാടെ തന്നെ ഇത് ഇറക്കുകയല്ല ചെയ്യുന്നത്, അവിടെ ബോട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആളുകൾ വന്നിട്ടുണ്ട് ഇത് ലേലം വിളിക്കാനായിട്ടുള്ള. അങ്ങനെ ലേലം വിളി നടക്കുകയാണ് കേട്ടോ. പിന്നെ ലേലം വിളിച്ചതിന് ശേഷമാണ് ആർക്കാണോ കച്ചവടമായ അവരാണ് പെട്ടി കൊണ്ടുവന്നിട്ട് അവരുടെ പെട്ടിയിലേക്ക് ഇറക്കുക. അങ്ങനെ ഈ ലേലം വിളിയൊക്കെ കഴിഞ്ഞ് നേരെ ബോട്ടിൽ നിന്ന് സാധനം ഇറക്കി അവർ ഈ ലേലം വിളിച്ചെടുത്ത ആളുകൾ പെട്ടി കൊണ്ട് കൊടുത്തു. നേരെ ബോട്ടിൽ നിന്ന് എല്ലാവരും കൂടി 10-38 പണിക്കാരുണ്ടെന്നല്ല എല്ലാവരും കൂടി സാധനം പെട്ടിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് ബോട്ട് നേരെ എടുത്ത് കടവിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഈ രാത്രിക്ക് വലിച്ചു കയറ്റിയ വല നേരെ ഇവർ പുറത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ. കാരണം അതിൻ്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വീണ്ടും അത് പുറത്തേക്ക് ഇറക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പം പകൽ പണിക്ക് പോകുമ്പോൾ ചിലപ്പം ചെറിയ മീനിൻ്റെ പണിക്കാണ് പോകുന്നതെങ്കിൽ അന്നേരം അതിന് വേറെ വിലയാണുള്ളത്, അന്നേരം അത് കയറ്റിയിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫിഷിങ്ങിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ തന്നെ നമ്മളെ യാത്ര തുടരുകയാണ്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.